ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ക്യൂബക്കിലെ മോൺട്രിയലിലുള്ള കാനഡയിലെ ഏതാനും നാഷണൽ ഹിസ്റ്റോറിക് പ്ലേസസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. മോൺട്രിയൽ എന്നത് കാനഡയിലെ വളരെ മനോഹരമായ ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ്. ക്യൂബക് പ്രവിശ്യയിലെ ഏറ്റവും വലിയ നഗരവും കാനഡയിലെ രണ്ടാമത്തെ വലിയ നഗരവും വടക്കേ അമേരിക്കയിലെ തന്നെ 9ാമത്തെ വലിയ നഗരവുമാണ് മോൺട്രിയൽ. കാനഡയിലെ രണ്ടാമത്തെ വലിയ മെട്രോപൊളിറ്റൻ പ്രദേശമായ ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ചാണ്. ജനസംഖ്യയിൽ പകുതിയിലധികം പേർക്കും ഫ്രഞ്ചും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും. ചരിത്രപരമായി കാനഡയുടെ വാണിജ്യ തലസ്ഥാനമായിരുന്നു മോൺട്രിയൽ. നാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമാണ് മോൺട്രിയൽ. 1967 ഇൻ്റർനാഷണൽ യൂണിവേഴ്സൽ എക്സ്പോസിഷൻ ഉൾപ്പെടെ നിരവധി പ്രധാന അന്താരാഷ്ട്ര പരിപാടികൾക്ക് മോൺട്രിയൽ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. കൂടാതെ സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ഏക കനേഡിയൻ നഗരമാണ് മോൺട്രിയൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജാസ് ഫെസ്റ്റിവലായ മോൺട്രിയൽ ഇൻ്റർനാഷണൽ ജാസ് ഫെസ്റ്റിവൽ, ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി ഫെസ്റ്റിവലായ ജസ്റ്റ് ഫോർ ലാവ്സ് ഫെസ്റ്റിവൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഞ്ച് ഭാഷാ സംഗീതമേളയായ ലെറ്റ്സ് ഫ്രാങ്കോസ് ഡി മോൺട്രിയൽ എന്നിവ ഈ നഗരം ആതിഥേയത്വം വഹിക്കുന്നു. ക്യൂബക് പ്രവിശ്യയുടെ തെക്ക് പടിഞ്ഞാറായി സെയിൻറ്റ് ലോറൻസ്, ഒട്ടാവ നദികളുടെ സംഗമസ്ഥാനത്താണ് മോൺട്രിയൽ സ്ഥിതി ചെയ്യുന്നത്. മോൺട്രിയൽ ദ്വീപിൻ്റെ ഭൂരിഭാഗവും ഈ നഗരം ഉൾക്കൊള്ളുന്നു. മോൺട്രിയലിൽ 2 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. കനേഡിയൻ എയർപോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നത് മോൺട്രിയലിലെ ട്രൂഡോ എയർപോർട്ടിലാണ്. നിലവിൽ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 2 റോഡ് പാലങ്ങൾ ഉൾപ്പെടെ 4 റോഡ് പാലങ്ങൾ, ഒരു തുരങ്കപാലം, 2 റെയിൽവേ പാലങ്ങൾ, ഒരു മെട്രോ ലൈൻ എന്നിവ ഗതാഗതത്തിനായി മോൺട്രിയലിലേക്കുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ജാക്കസ് കാർട്ടിയർ ബ്രിഡ്ജിലൂടെയാണ്. പണ്ടിത് മോൺട്രിയൽ ഹാർബർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മോൺട്രിയൽ ദ്വീപിൽ നിന്നും സെയിൻറ്റ് ലോറൻസ് നദിക്ക് കുറുകെ ക്യൂബക്കിൻ്റെ തെക്കേ തീരത്തേക്ക് കിടക്കുന്ന ഒരു പാലമാണിത്. കാനഡയിലെ ഏറ്റവും തിരക്കേറിയ 3ാമത്തെ പാലമാണിത്. 5 വരി ഹൈവേ പാലമായത് 1930 നിർമ്മിക്കപ്പെട്ടത്. സെയിൻറ്റ് ലോറൻസ് നദിയുടെ മധ്യഭാഗത്തുള്ള ഈ സെയിൻറ്റ് ഹെലൻസ് ദ്വീപിനെ ഈ പാലം ടച്ച് ചെയ്യുന്നുണ്ട്. ക്യൂബക് ഓട്ടോ റൂട്ട് സിസ്റ്റത്തിൻ്റെ ഒരു കേന്ദ്രമാണ് മോൺട്രിയൽ ദ്വീപ്. അതിവേഗ വാഹന ഗതാഗതത്തിനായുള്ള ഒരു നിയന്ത്രിത ആക്സസ് ഹൈവേ ആണ് ഓട്ടോ റൂട്ട്. മോൺട്രിയൽ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. എനിക്ക് വളരെയധികം കൗതുകമുണർത്തിയ ഒരു അനുഭവമാണ് വലിയൊരു ഓറഞ്ചിൻ്റെ ആകൃതിയിലും നിറത്തിലും വലിപ്പത്തിലുമുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ജിബിയു ഓറഞ്ച് ജുലപ്പ്. 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലും 40 അടി വ്യാസവുമുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റാണ് ഈ ജിബിയു ഓറഞ്ച് ജുലപ്പ് റെസ്റ്റോറൻറ്റ് എന്നത്. ഇത് ദ ബിഗ് ഓറഞ്ച് എന്നും ദ ജുലപ്പ് എന്നും ദ ഓറഞ്ച് ജുലപ്പ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത്ര റെസ്റ്റോറൻറ്റ് സൗകര്യമൊന്നും പണ്ടുണ്ടായിരുന്നില്ലെങ്കിലും 1932 സ്ഥാപിതമാണ് ഈ റെസ്റ്റോറൻറ്റ്. മിമറ്റിക് ആർക്കിടെക്ചർ രീതി നിർമ്മിച്ച ഇപ്പോഴത്തെ കെട്ടിടം വൈകുന്നേരങ്ങളിൽ പുറത്തുനിന്ന് നന്നായി പ്രകാശിക്കും. ദൂരെ നിന്ന് തന്നെ തിളങ്ങുന്ന ഒരു ഓറഞ്ചിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഓറഞ്ച് ജ്യൂസ് മാത്രമല്ല കേട്ടോ, ബർഗറുകൾ, ഫ്രൈകൾ, കോൺ ഡോഗ്സ് തുടങ്ങി മറ്റ് സാധാരണ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് കിട്ടും. വെജിറ്റേറിയൻ ഓപ്ഷനുകളും ഉണ്ട്. വെജി ബർഗർ, വെജി ഹോട്ട് ഡോഗ്സ്, വെജി കോൺ ഡോഗ്സ്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും, കൂടാതെ സ്വീറ്റ്സും ഇവിടെ നിന്ന് ലഭ്യമാണ്. ഞങ്ങൾ അവിടെ നിന്നും പുജിനും ഓറഞ്ച് ജ്യൂസും വാങ്ങി. ഓറഞ്ച് ജ്യൂസ് അപ്പോൾ കുടിക്കാൻ ഗ്ലാസ്സിലും കൊണ്ടുപോകാനായി ക്യാനിലും വാങ്ങിക്കാൻ സാധിക്കും. കാനഡയിൽ മറ്റെങ്ങും ഭക്ഷണം വാങ്ങിക്കാനായി ഇത്ര തിരക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് മോൺട്രിയലിലെ ബയോസ്ഫിയർ മ്യൂസിയമാണ്. പരിസ്ഥിതിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് മോൺട്രിയൽ ബയോസ്ഫിയർ മ്യൂസിയം. ഈ മൈതാനത്തിൽ എക്സ്പോ 67 നിർമ്മിച്ച മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പവലിയനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ജിയോഡസിക് ഡോം രൂപകൽപ്പന ചെയ്തത് ബക്ക്മിൻസ്റ്റർ ഫുള്ളറാണ്. 1967 USA നിർമ്മിച്ച ഈ ബയോസ്ഫിയർ എക്സ്പോയ്ക്ക് ശേഷം മോൺട്രിയലിന് സമ്മാനമായി നൽകി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്.
മോൺട്രിയൽ എന്നത് കാനഡയിലെ വളരെ മനോഹരമായ ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒൻറ്റാറിയോയിൽ നിന്ന് മോൺട്രിയലിൽ വരുമ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ഒരു യൂറോപ്യൻ ടച്ച്. ബോർഡുകളെല്ലാം ഫ്രഞ്ചിലാണ്. ഇവിടുത്തെ ആളുകളുടെ സംസാര ഭാഷയും ഫ്രഞ്ചാണ്. ഫ്രഞ്ച് അറിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വളരെ പാടാണ് കേട്ടോ. ഫ്രഞ്ച് കൊളോണൈസേഷൻ്റെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം ബിൽഡിംഗ്, കഫേകൾ, റോഡുകൾ എല്ലാം യൂറോപ്യൻ ടച്ച് ഉണ്ട് ഇവിടെ. മോൺട്രിയലിൻ്റെ പാട്രിമോണിയൽ സൈറ്റ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം തന്നെ. 1642 ഫ്രഞ്ച് കുടിയേറ്റക്കാർ പോർട്ട് വില്ലെ മാരി എന്ന പേരിൽ സ്ഥാപിച്ചതാണ് ഓൾഡ് മോൺട്രിയൽ. ഓൾഡ് മോൺട്രിയലിൽ നിന്ന് കുറച്ച് നടന്നാൽ നോട്രി ഡെയിം ബസിലിക്ക എത്തും. ചരിത്രപ്രസിദ്ധമായ ഓൾഡ് മോൺട്രിയൽ ജില്ലയിലെ റോമൻ കത്തോലിക്ക സഭയിലെ ഒരു മൈനർ ബസിലിക്കയാണ് നോട്ര ഡെയിം ബസിലിക്ക ഓഫ് മോൺട്രിയൽ. ഗോത്തിക് റിവൈവൽ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായി ഈ ബസിലിക്ക കണക്കാക്കപ്പെടുന്നു. 1865 നിർമ്മിച്ച ഈ ദേവാലയത്തിന് 79 മീറ്റർ നീളവും 46 മീറ്റർ വീതിയും 60 മീറ്റർ ഉയരവുമുണ്ട്. കാനഡയിലെ ഒരു ദേശീയ ചരിത്ര സ്ഥലമാണ് ഈ ബസിലിക്ക. ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗം ശരിക്കും ഇൻസെയിനാണ്. എന്തോ ഒരു വലിയ ഫീൽ ഉള്ളിൽ നിറയുന്നു. ഈ ദേവാലയത്തിൻ്റെ അൾത്താരയെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 6ാമത്തെ കെട്ടിടമാണ് നോട്രെ ഡാം ബസിലിക്ക. കന്യകാ മാതാവിന് സമർപ്പിതമായ ഈ ദേവാലയം വടക്കേ അമേരിക്കയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ദേവാലയമാണ്. ഏകദേശം 11 ദശലക്ഷം ആളുകൾ ഓരോ വർഷവും ഈ ബസിലിക്ക സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. സാധാരണ ദേവാലയ ജനാലകളിൽ ബൈബിൾ രംഗങ്ങളല്ലേ ചിത്രീകരിക്കാറുള്ളത്. ഇവിടെ അത് മോൺട്രിയലിൻ്റെ മതചരിത്രത്തിലെ സവിശേഷമായ രംഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും കാണാൻ പാകത്തിന് ഉയർന്ന 2 ഗോപുരങ്ങൾ ഈ ദേവാലയത്തിനുണ്ട്. ആ 2 ടവറുകളിലും ദേവാലയ മണികളുണ്ട്. വെസ്റ്റ് ടവറിലുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് എന്ന് വിളിപ്പേരുള്ള മണിക്ക് തന്നെ 10,900 കിലോഗ്രാം ഭാരമുണ്ട്. ഈ ദേവാലയത്തിൽ 3 പ്രതിമകളാണ് ഉള്ളത്. സെയിൻറ്റ് ജോസഫ്, കന്യകാ മറിയം, സെയിൻറ്റ് ജീൻ ബാപ്റ്റിസ്റ്റ്. 1982 ഏപ്രിൽ 21 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നോട്രി ഡാം പള്ളിയെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത്. 1989 ഈ ദേവാലയത്തെ കാനഡയിലെ ദേശീയ ചരിത്ര സ്ഥലമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പള്ളിയുടെ സറൗണ്ടിങ് ഒക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. ആ കാണുന്ന സ്റ്റാച്ചുവിൻ്റെ പേര് മേസൺ വ്യൂ മോണുമെൻ്റ് എന്നാണ്. കുറേ ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ഇവിടെ എപ്പോഴും ഡാൻസും മ്യൂസിക്കും ഒക്കെ ആയി നല്ല നൈസായ വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ പഴയ ബിൽഡിങ്ങുകളും ഒക്കെ വളരെ ഭംഗിയാണ്. ഇതിന് തൊട്ടടുത്തായി ചൈന ടൗൺ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റാണ് ചൈന ടൗൺ. ചർച്ചിൽ നിന്ന് കുറച്ച് നടന്നു ചെന്നാൽ ഈ ചൈന ടൗൺ എത്തും. ചർച്ചിനടുത്താണ് ഓൾഡ് പോർട്ട് ഓഫ് മോൺട്രിയൽ. അവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ, സ്കൈ ലൈൻ, കുട്ടികൾക്കായുള്ള ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങനത്തെ ആക്ടിവിറ്റീസും റൈഡും ഒക്കെയാണ്. ഇത് കാനഡയുടെ മറ്റൊരു നാഷണൽ ഹിസ്റ്റോറിക് പ്ലേസ് ആണ് സെയിൻറ്റ് ജോസഫ് ഒറോട്ടറി. മോൺട്രിയലിലെ
മൗണ്ട് റോയലിൻ്റെ ക്വീൻ മേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക മൈനർ ബസിലിക്കയും ദേശീയ ദേവാലയവുമാണ് ഈ സെയിൻറ്റ് ജോസഫ് ഒറോട്ടറി ഓഫ് മൗണ്ട് റോയൽ. 6 നിലകളുള്ള ഈ ദേവാലയം മൗണ്ട് റോയൽ കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പള്ളിയുടെ അടുത്ത് വരെ എത്തുന്നതിന് റോഡ് സൗകര്യമുണ്ട് കേട്ടോ. 1904 ആൻഡ്രി ബെസറ്റ് എന്ന വിശുദ്ധനാണ് ഈ പള്ളിയുടെ ഫൗണ്ടർ. ആ വിശുദ്ധൻ്റെ ടോംബ് ഇതിനുള്ളിലുണ്ട്. ആ ഭാഗം മ്യൂസിയമായി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ഹൃദയത്തിൻ്റെ തിരുശേഷിപ്പും അവിടെയുണ്ട്. സമയമില്ലാതിരുന്നുകൊണ്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാനഡയിലെ ഏറ്റവും വലിയ പള്ളിയായ ഈ സെയിൻറ്റ് ജോസഫ് ഒറോട്ടറി ബസിലിക്കയ്ക്ക് ഒത്തിരി പ്രത്യേകതകളാണുള്ളത്. ഈ ദേവാലയം ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ബസിലിക്കയാണ്. ഔസേപ്പിതാവിൻ്റെ പേരിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. അതുപോലെ ഈ പള്ളിയുടെ ഡോം കാനഡയിലെ തന്നെ ഏറ്റവും വലിയ ഡോമാണ്. ലോകത്തിലെ കണക്ക് പറയുകയാണെങ്കിൽ ലോകത്തിൽ 8ാമത്തെ വലിയ ഡോമാണ് ഈ പള്ളിക്കുള്ളത്. ഇറ്റാലിയൻ നവോത്ഥാന ശൈലിയിൽ പണിതീർത്ത ഈ ദേവാലയത്തിൻ്റെ ആർക്കിടെക്ചറും ഇതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം അടിപൊളിയാണ്. ശരിക്കും ഒരു മാൻമെയ്ഡ് വണ്ടർ തന്നെ. എല്ലാ റിലീജിയനുമുള്ള ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാനഡയുടെ ദേശീയ ചരിത്ര സ്ഥലമായ ദേവാലയത്തിൽ ലോകമെമ്പാടു നിന്നും 2 ദശലക്ഷത്തിലധികം ആളുകൾ സന്ദർശകരായും തീർത്ഥാടകരായും എത്തുന്നു. ഈ ദേവാലയത്തിൻ്റെ ഔദ്യോഗിക നാമം സെയിൻറ്റ് ജോസഫ്സ് ഒറോട്ടറി ഓഫ് മൗണ്ട് റോയൽ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് ഓഫ് കാനഡ എന്നാണ്. 10,000 പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാനുള്ള സൗകര്യം ഈ ദേവാലയത്തിലുണ്ട്. മോൺട്രിയലിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ഒറോട്ടറി. മൗണ്ട് റോയലിൻ്റെ കൊടുമുടിയിൽ നിന്ന് 30 മീറ്ററിലധികം ഉയരത്തിലുള്ള ഇത് നിരവധി കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാൻ സാധിക്കുന്നു. ഈ പള്ളിയുടെ മുകളിലെ നിലയിൽ നിന്ന് അടിപൊളി വ്യൂ നമുക്ക് ലഭിക്കും. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഒറോട്ടറി. ഇന്ന് നാം വിസിറ്റ് ചെയ്ത കാനഡയുടെ ഈ 2 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കാനഡ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഇടങ്ങൾ തന്നെയാണ് കേട്ടോ. ആയിരത്തി 1976 സമ്മർ ഒളിമ്പിക്സിൻ്റെ ഓർമ്മകളും പേറി നിൽക്കുന്ന ഒളിമ്പിക് പാർക്കിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. കമൻറ്റും പോസ്റ്റ് ചെയ്യണേ.